എല്ലാവർക്കും നമസ്കാരം. നമ്മൾ മയിൽ പവർ ക്ലബിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന മയിൽ ക്രിക്കറ്റ് ലീഗ് ചാമ്പ്യൻഷിപ്പ് 2023 അതിൻ്റെ മെമ്മോറിയൽ ഒരു പത്രസമ്മേളനമാണ് ഇവിടെ നമ്മൾ വിളിച്ചു ചേർത്തിരിക്കുന്നത്. ഈ പത്രസമ്മേളനത്തിൽ പങ്കെടുത്ത കേരളത്തിലെ വാർത്താ മാധ്യമ രംഗത്ത് പ്രമുഖ സ്ഥാനം കണ്ടിരിക്കുന്ന മാതൃഭൂമി, മനോരമ, ദേശാഭിമാനി, അതോടൊപ്പം തന്നെ ഇവിടുത്തെ പ്രാദേശിക വാർത്താ ചാനലുകളായിട്ടുള്ള ഓൺലൈൻ ചാനലുകളായിട്ടുള്ള മയിൽ വാർത്തകൾ, കുളച്ചേരി വാർത്തകൾ, പിന്നെ കർണാടകത്ത് മറാത്ത വാർത്തകൾ, കുറ്റപ്പ് വാർത്തകൾ ഒക്കെയുള്ള എല്ലാ പ്രിയപ്പെട്ടവരെ നമ്മൾ പവർ ക്രിക്കറ്റ് ക്ലബ്ബ് മയിലിൻ്റെ ആഭിമുഖ്യത്തിൽ ഈ വർഷത്തെ മയിൽ ക്രിക്കറ്റ് ലീഗ് ചാമ്പ്യൻഷിപ്പ് 2023 ഈ ഡിസംബർ മാസം 24-25 തീയതികളിൽ മയിൽ ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് നടത്തുകയാണ്. മുൻ വർഷങ്ങളിൽ വ്യത്യസ്തമായിട്ട് ഈ വർഷത്തെ ടൂർണമെന്റ് നടത്തുന്ന ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ IPL കളിക്കാരെയൊക്കെ ലേലം ചെയ്തിട്ട് ലേലം കൊടുക്കുകയും 6 ടീമുകളായിട്ട് ആരംഭിച്ചത്. അതിൽ പവർ ക്രിക്കറ്റ് ക്ലബിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ ചാമ്പ്യൻഷിപ്പ് മത്സരത്തിൽ പങ്കെടുക്കുന്നവരെ പവർ റൈഡേഴ്സ്, പവർ ഇന്ത്യൻസ്, പവർ ബ്ലാസ്റ്റേഴ്സ്, പവർ സ്ട്രൈക്കേഴ്സ് എന്നിവരായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മയിൽ പ്രദേശത്തെ പഴയ കളിക്കാർ, പക്ഷേ മയിലിൻ്റെ ഒരു കായിക ചരിത്രത്തിൽ ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത ഒരു പേര് എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു ആദ്യകാല ക്ലബുണ്ട്, അത് മയിൽ റോയൽസാണ്. ആ മയിൽ റോയൽസിലെ വെറ്ററൻസ് അംഗങ്ങളായിട്ടുള്ള കളിക്കാർ കേരളത്തിലെ കല കിങ്സ് 11 തമ്മിലുള്ള പ്രദർശന മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത്. വേറെ പ്രത്യേകതകളുമായിട്ടാണ് ഈ ഒരു വിരുന്ന് ക്രിക്കറ്റ് കാർണിവൽ നമ്മൾ അത് സർക്കാർ സമിതി ഇവിടുത്തെ കായിക മേഖലയിലെ മുഴുവൻ ആളുകൾക്ക് വേണ്ടിയിട്ട് അണിയിച്ചിരിക്കുന്നത്. ഏറ്റവും അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ വർഷത്തെ ടൂർണമെന്റിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതിൽ ഏറ്റവും വലിയൊരു പ്രത്യേകത ഈ വർഷം നമ്മൾ ഇതിനോടനുബന്ധിച്ച് ക്രിക്കറ്റ് മാഗസിൻ ഇവിടുത്തെ പ്രാദേശികമായിട്ട് നമുക്ക് ലഭിക്കുന്ന ആളുകളെ വെച്ചിട്ട് പഴയ കളിക്കാരും മറ്റ് ആളുകളൊക്കെ ആയിട്ടുള്ള ലേഖനങ്ങളെ ഉൾപ്പെടുത്തി ഒരു മാഗസിനോടൊപ്പം നമ്മൾ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. അതിൻ്റെ പേര് CD-പോയിരുന്നു. അത് യഥാർത്ഥത്തിൽ ഇന്നലെ തന്നെ അതിൻ്റെ ഒരു പ്രകാശനം നമ്മൾ നിർവഹിച്ചു കഴിഞ്ഞു. കേരളത്തിൻ്റെ പ്രമുഖ നടൻ, കേരളത്തിലെ നിയമസഭാ സാമാജികർ, കൊല്ലം മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് നിയമസഭയിലെ ഒരു നമ്മുടെയൊക്കെ ശക്തമായിട്ടുള്ള ഏറ്റവും ആദരണീയമായിട്ടുള്ള പ്രിയങ്കരനായിട്ടുള്ള ശ്രീ മുകേഷാണ് അതിൻ്റെ പ്രകാശനം ഇന്നലെ കണ്ണൂരിൽ ധർമ്മശാലയിൽ സ്നേഹായി എന്ന് പറയുന്ന ഹോട്ടലിൽ വെച്ച് നിർവഹിച്ചത്. മറ്റൊരു പ്രത്യേകത, നമ്മൾ ഈ ടൂർണമെന്റിനോടനുബന്ധിച്ചിട്ട് ഇതിൻ്റെ മുന്നോടിയായിട്ട് നാളെ ഒരു വിളംബര റാലി നടത്തുന്നുണ്ട്. ആ വിളംബര റാലി മയിൽ ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ വെച്ചാണ് വൈകുന്നേരം 4 മണിക്ക് ആരംഭിക്കുന്നത്. മയിൽ പണിമുറ്റിയിട്ട് മയിൽ ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ അതിൻ്റെ ഫ്ലാഗ് ഓഫ് നിർവഹിക്കുന്നത് നമ്മുടെ ഇവിടുത്തെ മയിൽ ഇൻസ്പെക്ടർ ഓഫ് പോലീസ് TP സുമേഷ് സാറാണ്. പിന്നെ കളിയുമായി ബന്ധപ്പെട്ട് പറഞ്ഞ 24-25 തീയതികളിൽ ലീഗ് അടിസ്ഥാനത്തിലാണ് മത്സരം. രാവിലെ 8 മണിക്ക് മത്സരം ആരംഭിക്കും. 24-ന് 9 മണിക്കാണ് ഉദ്ഘാടന സമ്മേളനം വെച്ചിരിക്കുന്നത്. അതും ഇതുപോലെ തന്നെ നമുക്ക് കേരളത്തിൻ്റെ മുൻ ആരോഗ്യ വകുപ്പ് മന്ത്രി, കണ്ണൂർ മുൻ MP, രാഷ്ട്രീയ സാംസ്കാരിക രംഗങ്ങളിലെ വലിയ ശോഭയുള്ള നമ്മുടെയൊക്കെ പ്രിയങ്കരായിട്ടുള്ള PK ശ്രീമതി ടീച്ചർ അവർകളാണ് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. മയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ആ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. പിന്നെ പിറ്റേ ദിവസം വൈകുന്നേരമാണ് നമ്മുടെ ലൂസേഴ്സ് ഫൈനൽ അരങ്ങേറുന്നത്. ഫൈനൽ മത്സരത്തിന് ശേഷം അതോടൊപ്പം നമ്മുടെ നേരത്തെ പറഞ്ഞ ഈ വെറ്ററൻസിൻ്റെ പ്രദർശന മത്സരം സംഘടിപ്പിക്കും. അന്ന് സമാപന സമ്മേളനത്തിൽ നമുക്ക് മയിലേക്ക് വിശിഷ്ടതയായിട്ട് ഈ ടൂർണമെന്റിലേക്ക് വരുന്നത് ഒരുപക്ഷെ ഇന്ത്യൻ കായിക രംഗത്തെ പരമോന്നത ബഹുമതിയായിട്ടുള്ള ധ്യാൻചന്ദ് പുരസ്കാരം 2021 കരസ്ഥമാക്കിയ
ലോക ബോക്സിംഗ് മേഖലയിലേക്ക് ഇന്ത്യയുടെ സംഭാവനയായിട്ടുള്ള ശ്രീമതി KC ലേഖയാണ്. അതാണ് നമ്മുടെ ടൂർണമെന്റിന്റെ ഏറ്റവും വലിയൊരു ആകർഷണീയത എന്ന് പറയുന്നത്. അവരോടൊപ്പം അന്നത്തെ ചടങ്ങ് വിശിഷ്ടാതിഥിയായിട്ട് കേരളം പിന്നെ സാംസ്കാരിക വേദിയുടെ ഡൽഹി പ്രസിഡന്റ് ശ്രീ KN ജയരാജ് ഉണ്ടാകും. ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും ഇവിടുത്തെ കായിക മേഖലയിൽ ഒരു പുത്തനുകൾ ഉണ്ടാക്കുകയും വരുന്ന ഒരു പറ്റം ആളുകൾ ഇതിലേക്ക് ആവശ്യിക്കുന്നത് ചെയ്തതിലാണ് ഇതൊക്കെ ഈ ഒരു പരിപാടിയുടെ വിജയിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലൊരു പത്രസമ്മേളനം വിളിച്ചു ചേർത്തിട്ടുള്ളത്. നമ്മളൊരു അഭ്യർത്ഥന എന്ന് പറയുന്നത് നന്നായി സഹായിക്കുന്നു. പക്ഷേ അതിനൊരു സാധാരണ ഔദ്യോഗിക സ്വഭാവമാണ്. അതുകൊണ്ടാണ് ഇത് വിളിച്ചു ചേർത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു വലിയ വാർത്തകൾ നമ്മുടെ മാധ്യമങ്ങൾ വഴി വളരെ നന്നായിട്ട് കൊടുത്തിട്ട് ഈ പരിപാടിക്ക് വേണ്ടി പ്രചരണവും അതിൻ്റെ വിജയത്തിന് ആസ്പദമായിട്ടുള്ള എല്ലാ സഹകരണങ്ങളോടൊപ്പം ഉണ്ടാവണമെന്നാണ് അഭ്യർത്ഥിക്കാറുള്ളത്. പിന്നെ നാളെ നടത്തുന്ന വിളംബര ഘോഷയാത്രയിൽ നമ്മുടെ സാന്നിധ്യം ഉണ്ടാകാം. 24-25 തീയതി ഉദ്ഘാടന സമാപന സമ്മേളനത്തിനും എല്ലാ ദൃശ്യ പത്ര മാധ്യമങ്ങളെയും ക്ഷണിക്കുകയാണ്. നമ്മുടെ സാന്നിധ്യം ഉണ്ടാവണം, നമ്മുടെ സഹായം ഉണ്ടാവണം. ഒരുപാട് കാര്യങ്ങൾ അനുസരിച്ച് പറയുന്നില്ല. ബാക്കി കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ഒരു സ്വാസനത്തിൻ്റെ രക്ഷാധികാരിയായിട്ടുള്ള ശ്രീ PK മാനാട്ടൻ സംസാരിക്കും. കഴിഞ്ഞ 3 വർഷമായി വളരെ നല്ല രീതിയിൽ ജില്ലയിലാകെ അറിയപ്പെടുന്ന രീതിയിൽ മയിൽ പവർ ക്രിക്കറ്റ് ക്ലബ്ബ് ടൂർണമെന്റ് സംഘടിപ്പിക്കുകയാണ്. എന്നാൽ ഈ വർഷത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പഴയകാലത്തെ മയിൽ ക്രിക്കറ്റിലെ പഴയകാല മുഖങ്ങളും പുതിയ തലമുറയിലെ കുട്ടികളും ഒക്കെ ഒത്തുചേരുന്ന ഒരു മഹോത്സവമായിട്ട് ഇത് മാറിയിരിക്കുകയാണ്. അപ്പോൾ മയിലിൻ്റെ കായിക ലോകം ഇതിനെ ഇരുകൈയും നീട്ടി സ്വീകരിക്കുകയും സർവ്വ പിന്തുണയും നൽകിക്കൊണ്ടിരിക്കുകയുമാണ്. കൂടുതൽ ഇതിൽ പറയേണ്ടതൊന്നുമില്ല. നിങ്ങളുടെയൊക്കെ പിന്തുണ സഹകരണം ഉണ്ടാവുക എന്നുള്ളതാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ജനങ്ങളാകെ ഇതിന് വളരെ താല്പര്യത്തോടുകൂടി ഈ തീയതികളിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ നാളെ മുതൽ അതിൻ്റെ ഔദ്യോഗികമായ തുടക്കങ്ങൾ ആരംഭിക്കുകയാണ്. വലിയ മത്സരം തന്നെ, ആവേശത്തുള്ള മത്സരം തന്നെ നമുക്ക് ഇവിടെ പ്രതീക്ഷിക്കാൻ പറ്റും. അപ്പോൾ അതിന് നിങ്ങളുടെയൊക്കെ പിന്തുണ ഉണ്ടാവണം എന്ന് മാത്രമേ അഭ്യർത്ഥിക്കാനുള്ളൂ. ഇതിനോടൊപ്പം തന്നെ ഏറെ മാധ്യമ ശ്രദ്ധ നമ്മുടെ ഈ ടൂർണമെന്റുമായി ബന്ധപ്പെട്ടിട്ട് എല്ലാ മാധ്യമങ്ങളും വേണ്ടുന്ന രീതിയിൽ ചെയ്തു നിൽക്കുന്നുണ്ട്. ഇനിയും ഈ ടൂർണമെന്റിന് ആവശ്യമായിട്ടുള്ള നിങ്ങളുടെ ഭാഗത്തുള്ള എല്ലാ സഹകരണവും സപ്പോർട്ടും ഞങ്ങൾക്ക് ഉണ്ടാവണം. അതുപോലെ തന്നെ നാളെയാണ് ഇതിൻ്റെ വിളംബര റാലി നടക്കുന്നത്. മൊത്തം നമ്മുടെ ഈ കളിക്കുന്ന 6 ടീമുകളും അതുപോലെ തന്നെ പഞ്ചായത്ത് ജനപ്രതിനിധികൾ, മറ്റ് വായനശാല ക്ലബ്ബ് മെമ്പർമാർ തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള ഒരു വലിയ റാലി തന്നെ മയിൽ ഗ്രൗണ്ടിൽ നിന്ന് പുറപ്പെട്ട് മയിൽ ടൗണിൻ്റെ ഒരു ഭാഗത്തും കിഴക്ക് തുടങ്ങി പടിഞ്ഞാറ് മുതൽ ആരംഭിച്ച് ഗ്രൗണ്ടിൽ തന്നെ സമാപിക്കുന്ന രീതിയിലാണ് ഒരു ആസൂത്രണം ചെയ്യുന്നത്. അപ്പോൾ അത്തരം ഒരു പരിപാടിയും അതുപോലെ തന്നെ 24-ാം തീയതി രാവിലെ മുതൽ തന്നെ നമ്മുടെ ഈ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്യും. നമ്മുടെ മുൻ MP-യും ആരോഗ്യമന്ത്രിയുമായിട്ടുള്ള KS ടീച്ചറാണ് നമ്മുടെ ഈ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ നല്ലൊരു പങ്കാളിത്തം തന്നെ എല്ലാവരുടെ ഭാഗത്തും ഉണ്ടാകുന്ന പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങളൊന്നും വരുന്നില്ല. ഈ ചടങ്ങിൽ പത്രസമ്മേളനത്തിൽ നമ്മളോടൊപ്പം പങ്കെടുത്തവർ PK നാരായണൻ, പിന്നെ സംഘടന സമിതിയുടെ കൺവീനർ ബാബു പട്ടേൽ, സ്വാസന്റെ ചെയർമാൻ രാധാകൃഷ്ണൻ മണിക്കുത്ത്, പിന്നെ C പ്രമോദ്, ആവാജ്യ, രാഹുൽ മണിക്കുത്ത്, ആശിം, ബസു, രാജു പപ്പസ്, ഇവരൊക്കെയാണ് നമ്മളോടൊപ്പം ഉണ്ടായത്. പറയാറുണ്ട്, നിങ്ങൾക്ക് ചോദിക്കാനോ അറിയാമെന്ന് പറയാം. നമ്മളേതായാലും ഒരു ഒന്നിരുന്ന് ഒരു ഭക്ഷണം കഴിച്ചിട്ടേ ചെയ്യുന്നതുകൊണ്ട് ഇത് കഴിഞ്ഞ ഉടനെ ഒരു ചായ സൽക്കാരം നമ്മൾ കണ്ടതായിരുന്നു. പക്ഷേ ഞങ്ങൾ ഉച്ച സമയങ്ങളിൽ ഭക്ഷണം കഴിച്ചിട്ട് ഒന്നിച്ച് പിരിയാണ്. നല്ലൊരു കവറേജ് കൊടുക്കും. അത്രയും പറയുന്നത് പറയുന്നില്ല. അതിനോടാണ് പറയുന്നത്. പുറത്താവും.